വസുന്ധര, ഗുഡ് ന്യൂസ്. ഭാവനെ, നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. ഡാ അഖിലേ, നിന്റെ വല്യേട്ടൻ വല്യേടത്തിയോട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. നിന്റെ വസുവേടത്തിയോട് അഭിയേട്ടനും ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അവര് രണ്ടുപേരും ഗുഡ് ന്യൂസ് ആഘോഷിക്കുമ്പോ നമുക്കും ഗുഡ് ന്യൂസ് ഒന്നുമില്ലേ? നീ കാർത്തിയോടൊന്നും പറയാത്തത് എന്താ? ആഹാ, ഇവനെന്നെ നോക്കി കൊല്ലുന്നാണല്ലോ തോന്നുന്നത്. നാളെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. നാളെ ഗൃഹപ്രവേശനത്തിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാ വരുന്നേ. പ്രത്യേക പൂജകളെല്ലാം ഉണ്ടാവും കേട്ടോ നാളെ. എന്താ അഭിയേട്ട പറയുന്നേ? നാളെ നമ്മള് സ്വന്തം വീട്ടിലേക്ക് പോവുന്നോ? ഗൃഹപ്രവേശനം നടത്താൻ പോവാണോ? ഹോമവും പൂജയൊക്കെ ചെയ്യാൻ പോവാണോ? അതൊക്കെ ഞങ്ങൾ ചെയ്യും, നീ വരണ്ട. നീ വേറെ കാർത്തിക വേറെ എന്ന രീതിയിലല്ലേ നീ സംസാരിച്ചതാകിൽ? കാർത്തികയും നിങ്ങളുടെ ഫാമിലി മെമ്പർ അല്ലേ? എന്നോടും എന്റെ കുടുംബത്തോടും യാതൊരു വിധ ബന്ധവുമില്ല. വീട്ടിലേക്ക് പോകാൻ പോവാണെന്നല്ലേ പറഞ്ഞത്. ലഗേജൊക്കെ എടുത്തു വെച്ചല്ലോ, എന്താ പോകുന്നില്ലേ? ദേഷ്യത്തിൽ അങ്ങനെ ഓരോന്നൊക്കെ പറയും. അതൊക്കെ ചെയ്യണമെന്നുണ്ടോ? അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കണ്ട. വേണമെങ്കിൽ അവരുടെ കൂടെ നിങ്ങളും കൂടി പൊയ്ക്കോ. നിങ്ങളെ വിട്ടിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല അഖിൽ. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നമ്മൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതാ. ആ പ്രണയത്തിന് നീ ഒരു അല്പമെങ്കിലും വില കൊടുത്തിട്ടുണ്ടോടി? നമ്മുടെ ബന്ധത്തിന് നിന്റെ അമ്മ എന്തെങ്കിലും വാല്യൂ തന്നോ? അഖിൽ, എന്തിനാ ഇതൊക്കെ പറയുന്നേ? അവരേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ എന്തുമാത്രം അപമാനിച്ചു, നമ്മുടെ സ്വത്ത് നമ്മൾ നശിപ്പിച്ചു എന്നും അങ്ങനെ കടക്കാരായി നാട് റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നൊക്കെ എത്ര മോശമായിട്ട് സംസാരിച്ചത്. സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അതൊക്കെ മറന്നേക്കകിൽ. അങ്ങനെ ഈസിയായിട്ട് മറക്കാൻ പറ്റില്ല ഏടത്തി. ഇവരെന്നെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഏട്ടത്തെയും എന്റെ ഏട്ടനെയാ പറഞ്ഞത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നിന്റെ ഏട്ടനെ എടുത്തിയും കാർത്തികയോട് ക്ഷമിക്കുന്നുണ്ടല്ലോടാ. നിനക്ക് ക്ഷമിച്ചൂടെ? എനിക്കങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? കാർത്തികയെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകില്ലെന്നാണോ? പറ്റില്ല. അഖിൽ, എന്തിനാ ഏട്ടാ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നേ? ഇവളുടെ ഈ അമ്മ നോക്കുന്നല്ലേ പറഞ്ഞത്. അവര് കൊണ്ടുപോക്കോട്ടെ. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അഖിൽ. ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ കഴിയേണ്ടത്. ഇനി എനിക്ക് നിന്റെ ആവശ്യമില്ല. അങ്ങനെ പറയരുത് അഖിൽ. ഇന്നലെ ഇതേ വാക്ക് ഇവളുടെ അമ്മയും കൂടി എന്നോടല്ലേ പറഞ്ഞത്. അവരെന്തോ അറിയാതെ പറഞ്ഞു പോയതാ. നീയും കൂടെ അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാ. മോൾക്കൊരു പക്ഷെ അറിവില്ലായിരിക്കാം. സ്വന്തം അമ്മയ്ക്കുണ്ടാവേണ്ടല്ലേ അത്. സ്വത്ത് കയ്യിൽ വന്നപ്പോ ഞങ്ങൾക്ക് വിവരമില്ലെന്ന് പറയുന്നു. പണം ഉള്ളപ്പോ ഒന്നും ഇല്ലാത്തപ്പോ വേറൊരു സംസാരവും. അങ്ങനെ നടന്നത് ചെറിയമ്മ തന്നെയാ. മകളുടെ ജീവിതം രക്ഷിക്കുന്നതിന് പകരം അവര് തമ്മിൽ പിരിക്കാനാ ചെറിയമ്മ നോക്കിയത്. ഇവരെ പിരിക്കേണ്ട അവസ്ഥ ഞാൻ കാരണമല്ല, നിങ്ങൾ കാരണം ഉണ്ടായത്. പ്രധാനമായും നീ കാരണമാ വസു. അഖിലിന്റെ ചെവിയിൽ എന്തോ ഓതിക്കൊടുത്ത് അവന്റെ മനസ്സ് നീ മാറ്റി. നീ കാരണമാ ഇന്നെന്റെ മരുമകനും മകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. സ്റ്റോപ്പ് ഇറ്റ്. ഇതിനപ്പുറം നിങ്ങൾ എന്റെ ഭാര്യയെ പറ്റി ഇനി ഒരു വാക്ക് മിണ്ടിയാൽ പെണ്ണാണെന്നോ വയസ്സിൽ മൂത്താണെന്നൊന്നും ഞാൻ നോക്കില്ല. കാർത്തിക എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവളെ നിങ്ങൾക്ക് മകളാണെങ്കിൽ എന്റെ ഏട്ടത്തിക്ക് എന്റെ ഭാര്യയ്ക്ക് അവൾ അനിയത്തിയാണ്. അവളെ നിങ്ങളെങ്ങനെയാണ് വളർത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ എന്റെ ഏട്ടത്തെയും വസുന്ധരയും വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടും കൂടിയാണ് നോക്കിയത്. അങ്ങനെയുള്ള അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു. നമ്മുടെ വീട്ടില് എല്ലാവരെക്കാളും ഇളയതാണ് കാർത്തിക. ഞങ്ങൾ അവളെ ചെറിയ കുട്ടിയായിട്ട് തന്നെ കാണുന്നേ. എന്തോ അറിയാതെ ചിലപ്പോഴൊക്കെ അവൾ തെറ്റ് ചെയ്യുമ്പോഴും അറിയാതെ ചെയ്താണെന്ന് ഞങ്ങൾ ധരിക്കും. അതുപോലെ അഖില് കാർത്തികയെ വഴക്ക് പറഞ്ഞാലും ഞങ്ങൾ കാർത്തികയെ സപ്പോർട്ട് ചെയ്തുള്ളൂ. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കാതെ വായി വരുന്ന പോലെയൊക്കെ പറയാണോ?
തന്റെ മാനേജർ ജോലി കാർത്തികയ്ക്ക് കൊടുത്തിട്ടും വസുവിന് ഒരു വിഷമം തോന്നിയില്ല. ആ കമ്പനി ചെയർമാൻ വസുവിന് തിരിച്ചാ മാനേജർ പോസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴും കാർത്തിക വിഷമിക്കുമെന്ന് കരുതിയും അതിന്റെ പേരിൽ അഖിലും കാർത്തികയും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയും വസു ആ പോസ്റ്റ് തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കാർത്തികയോട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. കാർത്തികയുടെ കീഴിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്യാന്ന് സമ്മതിച്ചു. അങ്ങനെയുള്ള വസുവിനെയാണോ നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്നത്? ഇവൾ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്റെ അഭിയേട്ടനും ബസ്സും എടുത്തിവാ. ഇവരെന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ അന്ന് തന്നെ ഇവളുടെ കൈയും കാലും തല്ലിയൊടിച്ച് വീട്ടിലേക്ക് വിട്ടേനെ. ഞങ്ങൾ ഒരുമിച്ച് കഴിയണമെന്ന് ആഗ്രഹിച്ചത് എന്റെ ഏട്ടനും എടുത്തിവാ. അവരെന്തെങ്കിലും പറഞ്ഞ് ഞാൻ ചുമ്മാതിരിക്കില്ല. നിങ്ങളുടെ ബേബിയും വിളിച്ചോണ്ട് പോകാൻ നോക്ക്. ഓൾ റൈറ്റ്, അങ്ങനെ തന്നെ ചെയ്യാം. വാ ബേബി, നമുക്ക് വീട്ടിൽ പോയിട്ട് ഇവരെ ഒരു പാഠം പഠിപ്പിക്കാം. മമ്മി പൊക്കോ, ഞാൻ വരുന്നില്ല. ഇവര് തന്നെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്ക് അഖിൽ വേണം, എന്റെ ഈ ഫാമിലിയും വേണം. ആട്ടി ഓട്ടിച്ചിട്ട് നാണം ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പോവാണോ? എങ്ങനെയെങ്കിലും ഞാൻ കഴിഞ്ഞോളാം. നിന്റെ തലയിലെടുത്ത് സഹിച്ചോ, നീ നിന്നോ, ഞാൻ പോവാ. എന്റെ ബേബിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളിൽ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനെയും കോടതി കയറ്റി ജയിലിലേക്ക് അയക്കും ഞാൻ. ബേബിയെ നോക്കിക്കോണേ സിസ്റ്റർ. നീ ഇറങ്ങി പോടി. പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു സ്ഥാനവും ഇല്ല. എന്തുകൊണ്ടില്ല? ഇത് എന്റെയും ഫാമിലി കൂടിയാ. ദാ അതെന്റെ വല്യേട്ടൻ വല്യേട്ടത്തി, ചെറിയേട്ടൻ ചെറിയേട്ടത്തി. ആന്റി ആന്റി എങ്കിലും പറ. നിന്റെ ഡ്രാമ ഒന്നും കാണണ്ട. നിന്റെ ഈ ഓവർ ആക്ടിങ് കണ്ട് ഞങ്ങൾ ആരും മയങ്ങി പോവൊന്നുമില്ല. എന്ത് ഓവർ ആക്ഷൻ? മുതിർന്നവരൊക്കെ പറഞ്ഞില്ലേ ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന്. നീ കൊച്ചുകുട്ടിയൊന്നും അല്ല, കുട്ടിച്ചാത്തനാ. ഈ കുട്ടിച്ചാത്തനെയല്ലേ നീ ലവ് ചെയ്തേ? അറിയാതെ അങ്ങനെ പറ്റിപ്പോയി. ഇപ്പൊ ഒന്ന് സഹിക്ക്. എന്നെ കൊണ്ട് പറ്റില്ല, ഇറങ്ങി പോടി. നീ ഇല്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നിനക്ക് ആ മാനേജർ പോസ്റ്റ് ഉണ്ടല്ലോ, പോയി ആ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഇങ്ങോട്ട് നോക്ക്, അവരെ കൂടി കൂട്ടിക്കൊണ്ട് പോ. ഇതിനിടയിൽ ഞാൻ എന്ത് ചെയ്തടാ? ഇവളിങ്ങനെ ആക്കിയത് നിങ്ങളാ. അത് കൊള്ളാലോ. ഏതോ സിനിമയിലൊക്കെ ഉള്ളതുപോലെ ഹീറോയും ഹീറോയിനും വഴക്ക് കൂടി അതിന്റെ ഇടയിൽ കൊമേഡിയനെ കൊല്ലുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ട് എന്നെ പറയുന്ന എന്തിനാ? നിങ്ങൾ രണ്ടും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പോകുന്നില്ല അഖിൽ, ഞാനിപ്പോ മാറിപ്പോയി. നീ മാറിയാലും മാറിയില്ലെങ്കിൽ എനിക്ക് നിന്നെ ആവശ്യമില്ല. ഇറങ്ങിപ്പോ. അഖിൽ, മതി, നിർത്ത്. ഇനി കൂടുതൽ സംസാരിക്കണ്ട. ഏട്ടൻ, ഇവള് മാറാനൊന്നും പോകുന്നില്ല. നായയുടെ വാല് നമുക്ക് ആർക്കും നിവർത്താൻ കഴിയില്ല. അങ്ങനെയൊന്നും പറയാതെ, കാർത്തിക നല്ല പെൺകുട്ടിയാ. എന്നോട് കള്ളം പറഞ്ഞിട്ട് ഓഫീസിലെ ആ അലവലാതിയുടെ അടുത്ത് പോയി ഗിഫ്റ്റ് വാങ്ങി വന്നിരിക്കുന്നു. എടോ, എന്റെ രാജ്യ അലവലാതി ഇത് പറയല്ലേടാ. ആ അലവലാതിയുടെ ടോർച്ചർ സഹിക്കാൻ പറ്റാത്തോണ്ടാ പോയിണ്ടി വന്നേ. എടി, നീ എന്റെ രാജ്യ അലവലാതി ഇത് പറയാണോ? ഇനി ആ ടോർച്ചർ ഉണ്ടാവില്ല കാർത്തിക. നിന്റെ അഭിയേട്ടൻ പോലീസിനെ കൊണ്ട് ആ ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിലാക്കിയിട്ടുണ്ട്. ചന്ദ്രശേഖരൻ അറസ്റ്റ് ചെയ്യിച്ചെന്നോ? എന്തിനാ അഭി? സുമിത്ര മാഡത്തിന് നേരെ മർഡർ അറ്റംപ്റ്റ് നടത്തിയത് അവനാണ്. എന്തിന് ഓഫീസിൽ പോലും അവന് ഒരുപാട് ഫ്രോഡ് തരം കാണിച്ചു. ഹീസ് എ ക്രൂവൽ മാൻ. വസുന്ധര അവനെതിരെയുള്ള എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത് എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് പോലീസിനെ അറിയിച്ച് അവനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അവന് ശരിയായ ശിക്ഷയാ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള വൃത്തികെട്ടവന്മാര് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഹാപ്പി ആയിട്ട് ഓഫീസിലേക്ക് പോകാലോ. ഇനി എന്തിനാ നമ്മൾ ഓഫീസിൽ പോകുന്നത്? ഇനി നമ്മൾ ആരും അവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. സുമിത്ര മാഡത്തിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ പോയതിനു ശേഷം വീണ്ടും നമ്മുടെ കമ്പനി റീസ്റ്റാർട്ട് ചെയ്യാം. ഈ വീടിന്റെ ഓണറിനോടും പറഞ്ഞു ഏട്ടാ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് വസു. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോ അഭിയേട്ടാ, നാളെ മുതൽ പുതിയ ജോലി ആരംഭിക്കാലോ. ഹാപ്പി
ഹാപ്പി ആയിട്ട് എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം. ഹാപ്പി ആയിട്ടൊന്നും അല്ല, മര്യാദക്ക് ഇരുന്നോണം. എന്റെ ഏട്ടനും എടുത്തിയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചത്. ഓക്കെ. എന്റെ രാജയെ അറസ്റ്റ് ചെയ്തെന്നോ? എന്റെ രാജ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണോ ഉള്ളത്? അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ഈ അഭിയും വസും മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ രാജ എന്നിൽ നിന്ന് അകറ്റി കളഞ്ഞതാ. എന്താ ആന്റി വല്ലാതിരിക്കുന്നേ? തലവേദനയുണ്ടോ? ഇല്ല, നെഞ്ചുവേദനയാ. ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ആ കാര്യം അറിഞ്ഞത് മുതല് എനിക്ക് നെഞ്ചുവേദന തുടങ്ങിയടി. എന്ത് കാര്യം? എന്റെ രാജയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി എന്നുള്ള കാര്യം. നിങ്ങളുടെ രാജയോ? നിങ്ങൾ പറയുന്നത് ആ ചന്ദ്രശേഖരനെ കുറിച്ചാണോ? അതേടി, അദ്ദേഹമാണ് എന്റെ രാജ, എന്റെ ചന്ദ്രശേഖരൻ. ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. പ്രണയലേഖനം എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാട്ടുപാടി നടക്കാറുണ്ടായിരുന്നു. മാംഗല്യ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്വപ്നം കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. ഞാൻ അറിയാതെ ഇത്രയും മോശപ്പെട്ട പ്രണയകഥ എപ്പോഴാ നടന്നേ? ആ, എന്റെ പ്രണയത്തെ നിനക്ക് പുച്ഛമാണല്ലേ? അത് ശരി, അച്ഛന്റെ പ്രായമുള്ള ഒരാളോട് കൂടെ റെസ്റ്റോറന്റിൽ പോയി ഗിഫ്റ്റ് വാങ്ങിച്ച നിന്നോടൊക്കെ എന്താ ഞാൻ പറയാ? എന്റെ നിഷ്കളങ്കമായ പ്രണയം ഇങ്ങനെ ഓരോരോ കുനിഷ്ട് കാണിച്ചിട്ട് എന്നെ കുറ്റം പറയാ നീ? വിവരമില്ലാതെ ആ പെങ്കോന്നിനെ ഞാൻ പ്രേമിച്ചെന്നാണോ നിങ്ങളുടെ വിചാരം? ഇതാ നോക്ക്, നിന്റെ ഇളയച്ചനത്. അദ്ദേഹത്തെ പെൺകോന്നനെന്നും വൃത്തികെട്ടവനെന്നൊന്നും പറയരുത്, ഞാൻ സഹിക്കില്ല. ഞാൻ അയാളെ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല. ഞാനും അയാളെ ഒരു അങ്കിളിനെ പോലെയാ കണ്ടത്. ഒരു മകളുടെ സ്ഥാനത്ത് നിന്നാ ഗിഫ്റ്റ് വാങ്ങിയത്. അതിനെന്താ തെറ്റ്? അങ്ങനെയാണോ? അപ്പൊ ഞാനാണോ തെറ്റിദ്ധരിച്ചത്? ഇപ്പൊ സ്റ്റേഷനിലുള്ള നിന്റെ ഇളയച്ചനൊന്ന് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സിമ്പിൾ, ആരെങ്കിലും മർഡർ ചെയ്തിട്ട് നിങ്ങളും ജയിലിലേക്ക് പൊയ്ക്കോ. ആ, അപ്പൊ നീ എല്ലാം കേട്ടു അല്ലേ? നിങ്ങളുടെ രണ്ടാം കല്യാണ സെറ്റപ്പിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാൻ തള്ളേ. അത് സെറ്റപ്പ് ഒന്നല്ലടാ, എന്റെ സ്വപ്നം, എന്റെ ലക്ഷ്യം. എന്നെങ്കിലും ഒരിക്കൽ എനിക്കൊരു കുടുംബിനി ആകണമെന്നുള്ള എന്റെ ആശ. എല്ലാം കൊള്ള ഇളയമേ, പോയി ആ ചൊറിയനെ തന്നെ പ്രേമിക്കണമായിരുന്നോ? രാജയ്ക്ക് ഇഷ്ടപ്പെട്ടത് സുമംഗലിയാണെങ്കിൽ സുമംഗലിക്ക് ഇഷ്ടപ്പെട്ടത് രാജയാടാ. ഞാൻ കൊലപാതകം ചെയ്ത് ജയിലിൽ പോയാ എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? ഈ പോക്കാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മർഡർ ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യൂടാ. എനിക്ക് രാജയുടെ കൂടെ കഴിഞ്ഞാ മതി. നിങ്ങളുടെ ഭ്രാന്ത് ഇപ്പൊ കൈവിട്ട് പോയിരിക്കുക. ജയിലിലേക്ക് പൊയ്ക്കോ. അവിടെ ചെന്ന് രാജയുടെ കൂടെ ഗോതമ്പുണ്ട് കഴിക്കുക. ഞങ്ങള് രണ്ടുപേരെയും ഒരു സെല്ലിൽ അടയ്ക്കോ? എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? ഈ ഇണക്കുരുവികൾക്ക് ഒരുമിച്ച് കഴിയാനാ, ഒരേ കൂട്ടിൽ താമസിക്കാനാ. ഒരേ കൂട്ടിക്കിടന്ന് എന്താ മുട്ടയിടാൻ പോവാണ് നിങ്ങള്? നിങ്ങൾക്ക് വട്ടാണെന്ന് അറിയാം, പക്ഷെ ഇത് മുഴുത്ത വട്ടായി പോയി. അങ്ങനെയല്ലടാ, ഞങ്ങള് രണ്ടുപേരെ രണ്ട് സെല്ലിലിട്ട എങ്ങനെയാടാ? അത് പറ്റില്ല അല്ലേ? ജയിലിൽ പോയി ജീവപര്യന്തം അനുഭവിച്ച് ചാവാൻ നോക്ക്. ഞാനൊരു പ്രേമ ഭിക്ഷുകിയ, അല്ലാതെ തടവുകാരിയല്ല. നിങ്ങൾ മർഡർ ചെയ്താലും ജയിലിലേക്ക് പോയാലും ആ ചന്ദ്രശേഖരനെ കാണുന്നത് നടക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് ഇതെല്ലാം മറന്നിട്ട് വേറെ പുതിയ ലവറിനെ കണ്ടുപിടിക്ക്. വേറെ പുതിയ ലവറാ? പുതിയ ജീവിതം ആരംഭിക്കും ആന്റി. നാളെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവല്ലേ? അമ്മേ, ഒരു വഴിയെ നമ്മൾ ഈ വീട്ടിലെത്തിയല്ലോ. വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് എത്തിയ സീതാരാമനെ പോലെ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഈ സന്തോഷ സമയത്ത് എന്റെ മമ്മിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എന്തിന്? അഖിലിന്റെ വായിന്ന് തെറി കേൾക്കാനോ? നിന്നെ വരാൻ അനുവദിച്ചു തന്നെ ഭാഗ്യ. അതിന്റെ ഇടയിൽ അമ്മയുടെ കാര്യം കൂടി പറഞ്ഞ കൊന്നുകളയും. ഏട്ടനിപ്പോ സന്തോഷായില്ലേ? ഇതൊക്കെ നീ കാരണം മാത്രമാണ് അബി. നീയും വസുവും കഷ്ടപ്പെട്ടതിന്റെ ഫലമാണിത്. നമുക്ക്
ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലേ? ഈ വീട് സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ. കുടുംബത്തെ ഒന്നാക്കി നമുക്ക് വീണ്ടും നല്ല കാലം വന്നിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല ചേച്ചി, എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ടു. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളായിരുന്നാലും സന്തോഷമായിരുന്നാലും എല്ലാവരും ഒരുമിച്ച് പങ്കിടണം. മംഗളകരമായ ഗൃഹപ്രവേശനം നടത്തുന്ന സമയത്ത് അവളുടെ ഒരു അഭിപ്രായ പ്രകടനം. സെയിം ഫീലിംഗ് ആന്റി. അമ്മേ, ഉണ്ണിച്ചേട്ടൻ എപ്പോഴാ വരുന്നേ? ഉണ്ണി മുത്തച്ഛയുടെ വീട്ടിൽ പോയിരിക്കല്ലേ മക്കളെ, അവൻ നാളെ വരും. ചേട്ടൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അച്ഛനെ വിവരം അറിയിച്ചിരുന്നോ അബി? പറഞ്ഞിട്ടുണ്ട് ഏട്ടാ. സമയം നോക്കി അമ്മയും കൂട്ടി വരാന്നാ പറഞ്ഞത്. ഇനി എത്ര നേരം ഇങ്ങനെ പുറത്തു നിൽക്കണം അബി? വാ വാ, അകത്തേക്ക് പോവാം. നിക്കില്ലേമേ, പൂജാരി വരണ്ടേ? നല്ല മുഹൂർത്തം നോക്കി വീട്ടിലേക്ക് പ്രവേശിക്കണമെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. 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 ഞങ്ങള് എപ്പോഴാ വീട്ടിലേക്ക് പ്രവേശിക്കണ്ടേ? ഇനി ഒരു 10 നിമിഷത്തിനകം മുഹൂർത്ത സമയം വരും. ആ സമയത്ത് നിങ്ങൾ വീട്ടിനകത്ത് കാലുവെച്ചാൽ എല്ലാം ഐശ്വര്യമായിട്ട് നടക്കും. ഇനിയും 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? എന്താ വലിയ ധൃതി? ആ? എടാ, ഇത് ഞാൻ ജനിച്ച വീടാ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഈ വീട് വിട്ടു പോയപ്പോ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചില്ലേ? എത്രയോ രാത്രികളില് ഈ വീട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടടാ. വാ വാ എന്നെ സ്വപ്നത്തിൽ വിളിക്കായിരുന്നു. എന്തായാലും അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. നിങ്ങളിപ്പോ കോമഡി ചെയ്തതാണോ അതോ സെന്റിമെന്റൽ ആയിട്ട് ഫീൽ ചെയ്തതാണോ? ഏട്ടാ, മുഹൂർത്ത സമയം ആവുമ്പോ ഏട്ടനും ഏട്ടത്തിയും വേണം ആദ്യം ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ. ഞങ്ങളല്ല ബി, നീയും വസുവാണ് ആദ്യം കാൽ വെക്കേണ്ടത്. മുതിർന്ന ആൾക്കാരായിട്ട് നിങ്ങളുള്ളപ്പോ ഞങ്ങൾ എങ്ങനെയാ ഭാസ്കരേട്ടാ? ഞങ്ങൾ വയസ്സിൽ മാത്രമാണ് മുതിർന്നവര്. വീടിന് വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളാ. ആദ്യം നിങ്ങൾ കാല് വയ്ക്കുന്നതാ നല്ലത്. എന്താ, ഞാനും അഖിലും കാല് വയ്ക്കാൻ പാടില്ലേ? നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാലോ? ഞങ്ങൾക്കും കൂടി ഒരു അവസരം തന്നേ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ വീടിന് വേണ്ടി നീ എന്താടി ചെയ്തേ? ആദ്യം കാല് വെക്കണം പോലും. ഏടത്തിയോട് മത്സരിക്കാൻ നോക്കാ? നിന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചതേ തെറ്റ്. എന്താക്കൽ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെയൊന്നും പറയരുത് കേട്ടല്ലോ. പിന്നെ ഞാൻ എന്താ ഏട്ടാ ചെയ്യേണ്ടത്? ചുമ്മാ തൊട്ടതിനെ പിടിച്ചതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുക. ഉറങ്ങിക്കിടക്കുന്ന കഴുതയെ വിളിച്ച് അടി വാങ്ങാന്ന് പറയുന്നത് ഇതാ. എന്തിനടി ആവശ്യമില്ലാതെ അവന്റെ വഴക്ക് കേൾക്കുന്നേ? നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ആന്റി. ഞാനും അഖിലും വേണം വീട്ടിൽ ആദ്യമായിട്ട് കാല് വെക്കണ്ടേ. അതിന് ഞാനെന്ത് ചെയ്യണം? എന്തെങ്കിലും ഒന്ന് ചെയ്തേ. നീ ചോദിച്ച പോലെ ഞാനും ചോദിച്ചാ എന്നെ വഴക്ക് പറയും. അപ്പോ വസു ഏട്ടത്തിയെ താഴെ വീഴ്ത്തിയാലോ? ഏട്ടത്തി താഴെ വീണ ഉടനെ അപശുകനാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം. അപ്പൊ ഞാനും അഖിലും ആദ്യം കാല് വെക്കും. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ വസുവിനെ നമ്മളെങ്ങനെ വീഴ്ത്തും? അതിനിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? നമ്മുടെ ഡെയിലി റുട്ടീൻ ഐഡിയ ഉണ്ടല്ലോ. എണ്ണ ഒഴിച്ചേക്ക്. വാതിൽ പടിയിൽ എണ്ണ ഒഴിക്കുമ്പോ വസു ഏട്ടത്തി അതിൽ തെന്നി വീഴും. ചെല്ലാറ്റി.
താങ്ക്സ് ആന്റി. നിനക്ക് വേണ്ടി ഇനി ഞാൻ എത്ര സഹായം ചെയ്യേണ്ടി വരുമെന്തോ. നിങ്ങളുടെ സഹായമൊന്നും പാഴായി പോയില്ല ആന്റി. നീ എന്നെ എന്ത് ചെയ്യും? മാനേജർ പോസ്റ്റ് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ. അയ്യോ, ആ ഫ്ലാഷ് ബാക്ക് ഒന്നും നമുക്ക് വേണ്ട ആന്റി. അത് വീണ്ടും ഓർമ്മപ്പെടുത്തണ്ട. എല്ലാ കാര്യങ്ങളും